നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ അടുത്ത ഭാഗത്തേക്ക് പോവുകയാണ്. ഇതിനു മുമ്പുള്ള എല്ലാ വീഡിയോസും നിങ്ങൾ ശ്രദ്ധിച്ച് പഠിച്ചു, അതിൻ്റെ നോട്ട്സും പ്രോബ്ലംസും ഒക്കെ ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. അതിനുശേഷമുള്ള നമ്മുടെ ടോപ്പിക്കിലേക്ക് കടക്കുകയാണ്. ഈ ടോപ്പിക് എന്ന് പറയുന്നത് എലമെൻ്ററി ഓപ്പറേഷൻസ് ഓർ ട്രാൻസ്ഫോർമേഷൻസ് ഓൺ എ മെട്രിക്സ് എന്നുള്ളതാണ്. എലമെൻ്ററി ഓപ്പറേഷൻസ്, എലമെൻ്ററി ഓപ്പറേഷൻസ്. ഈ ഓപ്പറേഷൻസിന് ട്രാൻസ്ഫോർമേഷൻ എന്നൊരു വാക്ക് ഉപയോഗിക്കാറുണ്ട്. എന്താണെന്ന് നോക്കുക. അത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. ഒരു മെട്രിക്സ് നമ്മൾ ഒന്ന് പരിഗണിക്കുന്നു. ഒരു മെട്രിക്സ് A is equal to 1 4 9 3 8 0. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഇതിൻ്റെ ഓർഡർ 2/3 ആണ് എന്നറിയാം. ഇതിനകത്ത് ഇൻ്റർചേഞ്ചിങ് ഓഫ് റോസ്, അതായത് ഇവിടുത്തെ R1 എന്ന് പറയുന്നത് 1 4 9 3 8 0 ആണ്. ഈ റോസ് ഇൻ്റർചേഞ്ച് ചെയ്യുക. അതായത് ഇത് R1, ആദ്യ റോയെ നമ്മൾ R1 എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കും, രണ്ടാമത്തെ റോയെ R2. അപ്പോൾ ഇൻ്റർചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഈ R1ൻ്റെ സ്ഥാനത്തേക്ക് R2 ചെല്ലുന്നു, തിരിച്ചും വരും. R2ൻ്റെ സ്ഥാനത്തേക്ക് R1 വരും. അപ്പോൾ അതാണ് ഇൻ്റർചേഞ്ചിങ് ഓഫ് റോസ്. ഇതുപോലെ കോളം ചെയ്യാം. ഇവിടെ എത്ര കോളമുണ്ട്? 3 കോളമുണ്ട്. C1 ഒന്നാം കോളം, C2 രണ്ടാം കോളം, C3 മൂന്നാം കോളം. ഇത് ഇൻ്റർചേഞ്ച് ചെയ്യാം. അതായത് C1ഉം C2ഉം പരസ്പരം മാറുന്നു, അല്ലെങ്കിൽ C2ഉം C3യും പരസ്പരം മാറുന്നു, അല്ലെങ്കിൽ C1ഉം C3യും പരസ്പരം മാറുന്നു. ഇങ്ങനെ ഒരു മെട്രിക്സിലെ റോസിനെയും കോളത്തെയും ഇൻ്റർചേഞ്ച് ചെയ്യുന്നതിനാണ് ഒരു എലമെൻ്ററി ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ സൗകര്യത്തിന് 2 റോയും 3 കോളമായിട്ട്, അപ്പോൾ 1 2 ഒന്നും പറയാതെ RI ഇൻ്റർചേഞ്ച് വിത്ത് RJ എന്ന് ജനറൽ നൊട്ടേഷൻ ഉപയോഗിക്കാം. ഇവിടെ ഞാൻ Iക്ക് 1 എന്നും Jക്ക് 2 എന്നും ഇട്ടാൽ അതിൻ്റെ അർത്ഥം എന്താണ്? R1 ആൻഡ് R2 ഗെറ്റ്സ് ഇൻ്റർചേഞ്ച്. അപ്പം Iക്ക് 1 2 3 എടുക്കാം, Jയ്ക്കും 1 2 3 നമുക്ക് എടുക്കാം. കാരണം നമ്മൾ ഡീൽ ചെയ്യുന്ന മെട്രിക്സുകളിൽ 3 റോ ഉള്ളതാണ്. 3 റോയ്ക്ക് മുകളിലേക്കുള്ള മെട്രിക്സ് നമ്മൾ സാധാരണ ചെയ്യാറില്ല. അപ്പോൾ ഇത് RI ഇൻ്റർചേഞ്ചിങ് RJ. ഇതുപോലെ CI ഇൻ്റർചേഞ്ചിങ് CJ. ഇതിൻ്റെ അർത്ഥം എന്താ? Iക്ക് 1 എന്നും Jയ്ക്ക് 2 എന്നും കൊടുത്താൽ C1 ഇൻ്റർചേഞ്ച് C2. ഇനി Iക്ക് 2 എന്നും Jയ്ക്ക് 3 എന്നും കൊടുത്താൽ C2 ഇൻ്റർചേഞ്ച് C3. അപ്പോൾ ഇവിടെ ഈ Aയ്ക്കകത്ത് ഇൻ്റർചേഞ്ച് ചെയ്യാൻ എഴുതുക. ഞാൻ ഇവിടെ Aയിലെ R1 ഇൻ്റർചേഞ്ച് കാണിക്കാൻ ഡബിൾ ആരമാണ്. R1 ഇൻ്റർചേഞ്ച് R2 എന്ന് പറഞ്ഞാൽ എന്ത് വരും നോക്കി. A is equal to 3 8 0 1 4 9. R1 ഇൻ്റർചേഞ്ച് R2, R1 ആൻഡ് R2 ഗെറ്റ്സ് ഇൻ്റർ. ഇനി ഞാൻ വേറൊരു ഇൻ്റർചേഞ്ച് കൊടുക്കുന്നു. C1 ആൻഡ് C2 ഗെറ്റ്സ് ഇൻ്റർചേഞ്ച്. അതെങ്ങനെ എഴുതാം? A is equal to C1ൻ്റെ സ്ഥാനത്ത് C2 വേണം, അപ്പോൾ 4 8. C2ൻ്റെ സ്ഥാനത്ത് C1 വേണം, 1 3. C3 ചേഞ്ച് ഇല്ല, 9 0. ഈ രീതിയിൽ നമുക്ക് ഏതൊരു മെട്രിക്സിനെയും റോസിനെയും കോളത്തിനെയും ഇൻ്റർചേഞ്ച് ചെയ്യാം. ഇതാണ് എലമെൻ്ററി ഓപ്പറേഷൻസിലെ ഒന്നാമത്തെ. ദാറ്റ് ഈസ് RI ആൻഡ് RJ ഗെറ്റ്സ് ഇൻ്റർചേഞ്ച്ഡ് ഓർ CI ആൻഡ് CJ ഗെറ്റ്സ് ഇൻ്റർചേഞ്ച്ഡ്. ഇനി ഇതിൻ്റെ രണ്ടാമത്തെ അടുത്ത എലമെൻ്ററി ഓപ്പറേഷൻ, ഒരു റോയിലെ എലമെൻസിനെ ഒരു സ്കെയിലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് R1 ചേഞ്ചസ് ടു KR1, അല്ലെങ്കിൽ R2 ചേഞ്ചസ് ടു KR2, അല്ലെങ്കിൽ C1 ചേഞ്ചസ് ടു KC1 എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? ഒരു മെട്രിക്സിലൂടെ തന്നെ അത് വ്യക്തമാകും. A is equal to 1 0 8 4. ഇത് R1 1 0 ആണല്ലോ. അപ്പോൾ R1 ചേഞ്ചസ് ടു Kയ്ക്ക് വില കൊടുക്കുക. ഞാനവിടെ Kയ്ക്ക് 2 R1 എന്ന് പറഞ്ഞാൽ ഈ R1 എന്ന് പറയുന്നത് നിലവിലുള്ള Aയിലെ R1 ആണ്. ഈ 2 R1 എന്ന് പറയുന്നത് പുതിയ Aയിലെ R1 ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ A എന്തായി മാറും? നിലവിലുള്ള R1നെ എലമെൻറ്റിനെ 2 കൊണ്ട് ഗുണിച്ച് വേണം പുതിയ R1 എഴുതാൻ. അപ്പോൾ അത് 2 എന്നാകും 0 എന്നാകും. R2ന് ചേഞ്ച് ഇല്ല. കേട്ടോ, ഇതാണ് R1 ചേഞ്ചസ് ടു 2 R1 എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു സ്കെയിലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്കൊരു മെട്രിക്സിനെ എഴുതാൻ സാധിക്കും.
ഇതുപോലെ തന്നെ കോളത്തെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇത് ജനറലായിട്ട് എങ്ങനെ എഴുതാം? R1 ചേഞ്ചസ് ടു KR1, R2 ചേഞ്ചസ് ടു KR2, ഓർ C1 ചേഞ്ചസ് ടു അപ്പം ഇതിനകത്ത് C1 ചേഞ്ചസ് ടു മൈനസ് C2 എന്ന് പറഞ്ഞാൽ C1 ചേഞ്ചസ് ടു -1 ഇൻറ്റു C2 എന്ന്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? പുതിയ എയിലെ C1ലാണ് മാറ്റം വരുന്നത്. C1 എന്ന് പറയുന്നത് -C2, C2 എന്താണ് 0, 4. അപ്പോൾ -C2 എന്ന് പറയുമ്പോൾ 0 -4, C2ന് ചേഞ്ച് ഇല്ല, അത് 0, 4. C1 ചേഞ്ചസ് ടു C1 ചേഞ്ചസ് ടു -C1, C1 ചേഞ്ചസ് ടു -C1 എന്ന് പറഞ്ഞാൽ C1ലെ എലമെൻസിന് സൈൻ ചേഞ്ച്. അപ്പോൾ -1 -8, C2ന് ചേഞ്ച് ഇല്ല, 0, 4. ഈ രീതിയിൽ നമുക്ക് മെട്രിക്സിലെ റോസിനെയും അല്ലെങ്കിൽ കോളത്തെയും ഒരു സ്കെയിലാർ കൊണ്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. ഇനി അടുത്ത ഒരു എലിമെൻ്ററി ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു പുതിയ മെട്രിക്സ് ഉണ്ടാകുന്നത് എക്സിസ്റ്റിംഗ് മെട്രിക്സിലെ 2 റോസ് തമ്മിൽ ട്രാൻസ്ഫോർമേഷൻ നടത്തിയാണ്. ഞാനൊരു ട്രാൻസ്ഫോർമേഷൻ എഴുതും. R1 ചേഞ്ചസ് ടു R1 - 2R2. ഇതൊരു ട്രാൻസ്ഫോർമേഷനാണ്. ഈ R1 എന്ന് പറയുന്നത് എഴുതാൻ പോകുന്ന മെട്രിക്സിലെ R1, ഈ R1 എന്ന് പറയുന്നത് എക്സിസ്റ്റിംഗ് മെട്രിക്സിലെ R1, ഈ R2 എന്ന് പറയുന്നത് എക്സിസ്റ്റിംഗ് മെട്രിക്സിലെ R2 ആണ്. ഇപ്പോൾ എക്സാമ്പിളിലൂടെ വ്യക്തമാണ്. A = 2, 3, 8, 5, 1, 6, 7, 0, 4. ഈ ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഈ R1 നമ്മൾ എഴുതാൻ പോകുന്നതില്ല. അപ്പോൾ A = എഴുതാൻ പോകുന്ന R1 അങ്ങനെ കിട്ടണം. എക്സിസ്റ്റിംഗ് R1ൽ നിന്ന് എക്സിസ്റ്റിംഗ് R2വിനെ 2 കൊണ്ട് ഗുണിച്ചിട്ട് അത് കുറയ്ക്കണം. അപ്പോൾ ഇവിടെ 2 കൊണ്ട് ആദ്യം ഗുണിക്കുമ്പോൾ ഇത് 10 ആകും. അപ്പോൾ 2 - 10 എന്ന് പറഞ്ഞാൽ -8. ഇത് 3 - 2 എന്ന് വരും. 3 - 2 എന്ന് പറഞ്ഞാൽ 1. ഇത് 8 - 12 എന്ന് പറഞ്ഞാൽ -4. ബാക്കി റോയ്ക്ക് മാറ്റില്ല, കാരണം ചേഞ്ച് കൊടുത്ത R1 മാത്രമേ ഉള്ളൂ. അപ്പോൾ 5, 1, 6, 7, 0, 4. അപ്പോൾ ഇതൊരു ട്രാൻസ്ഫോർമേഷനാണ്. ആ ട്രാൻസ്ഫോർമേഷൻ എങ്ങനെ എടുത്തു? ഒരു പുതിയ റോ കിട്ടാൻ പഴയ റോകളെ തമ്മിൽ കണക്ട് ചെയ്തു. ഒരു റോ ഫസ്റ്റ് റോയിൽ നിന്നും സെക്കൻഡ് റോയുടെ സ്കെയിലാർ മൾട്ടിപ്പിൾ കുറച്ചു. ഇതുപോലെ തന്നെ കോളത്തിലും നമുക്ക് എഴുതാൻ സാധിക്കും. അപ്പോൾ ഇത് റോയിലെ കാര്യമാണ്. ഇത് ജനറലൈസ് ചെയ്യുകയാണെങ്കിൽ Ri ചേഞ്ചസ് ടു Ri - KRJ. ഇതിൻ്റെ അർത്ഥം ഐക്ക് നമ്മളൊരു വില കൊടുക്കുന്നു, ജെയ്ക്ക് വേറൊരു വില കൊടുക്കുന്നു. അപ്പോൾ ഇതൊരു കോമൺ. ഇതുപോലെ തന്നെ C1 കോളത്തിലുമുണ്ട്. Ci ചേഞ്ചസ് ടു Ci പ്ലസ് ആവാം, -KCJ. ഈ രീതിയിൽ നമുക്ക് പുതിയ മെട്രിക്സ് എഴുതാൻ സാധിക്കും. ഇതിനാണ് നമ്മൾ എലമെൻ്ററി ട്രാൻസ്ഫോർമേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ 3 തരത്തിലുള്ള എലമെൻ്ററി ട്രാൻസ്ഫോർമേഷനാണ്. ഒന്ന് ഞാൻ പറഞ്ഞു, റോസ് ആൻഡ് കോളംസ് ഇൻ്റർചേഞ്ച് ചെയ്യുന്നു. രണ്ടാമത് ഞാൻ പറഞ്ഞു, ഏതെങ്കിലും ഒരു റോയെ ഒരു സ്കെയിലാർ കൊണ്ട് ഗുണിക്കുക, അല്ലെങ്കിൽ ഒരു കോളത്തെ ഒരു സ്കെയിലാർ കൊണ്ട് ഗുണിക്കുക. മൂന്നാമത്തെ ഞാൻ പറയുന്നത്, ഒരു പുതിയ മെട്രിക്സ് കിട്ടാൻ നിലവിലുള്ള മെട്രിക്സിലെ റോകളെ തമ്മിൽ, ഇതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം, ട്രാൻസ്ഫോർമേഷൻ കൊടുക്കുകയാണെങ്കിൽ റോയിൽ തന്നെ ആയിരിക്കണം, അതിനകത്ത് C വരാൻ പാടില്ല. ട്രാൻസ്ഫോർമേഷൻ കൊടുക്കുകയാണെങ്കിൽ കോളത്തിൽ തന്നെ ആയിരിക്കണം. അപ്പോൾ കോളങ്ങൾ തമ്മിൽ ട്രാൻസ്ഫോർമേഷൻ, അല്ലെങ്കിൽ റോകൾ തമ്മിൽ ട്രാൻസ്ഫോർമേഷൻ, അല്ലെങ്കിൽ റോയും കോളവും തമ്മിൽ ട്രാൻസ്ഫോർമേഷൻ നടക്കുക. ഈ 3 രീതിയിലാണ് എലമെൻ്ററി ട്രാൻസ്ഫോർമേഷൻസ് ഉള്ളത്. അടുത്ത ടോപ്പിക്ക് ഇൻവേർട്ടിബിൾ മെട്രിക്സസ് എന്നുള്ളതാണ്. ഇൻവേർട്ടിബിൾ മെട്രിക്സസ് ഇത് സ്ക്വയർ മെട്രിക്സിന് മാത്രമുള്ളൊരു പ്രോപ്പർട്ടിയാണ്. ഒരു സ്ക്വയർ മെട്രിക്സ് ഇൻവേർട്ടിബിൾ ആണെങ്കിൽ, അപ്പോൾ നമുക്കറിയാം സ്ക്വയർ മെട്രിക്സ് ആകുമ്പോൾ അതിനൊരു ഓർഡർ ഉണ്ട്. അതിന് ഓർഡർ M എന്നോ N എന്നോ എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ. അപ്പോൾ സ്ക്വയർ മെട്രിക്സ് ക്യാപിറ്റൽ ഇൻവേർട്ടിബിൾ ആവണമെങ്കിൽ there exists another square matrix B of the order of A such that AB is equal to BA is equal to I. ഈ വ്യവസ്ഥ പാലിക്കുന്നുണ്ടെങ്കിൽ എയുടെ ഇൻവേഴ്സാണ് ബി, തിരിച്ചും പറയാം ബിയുടെ ഇൻവേഴ്സാണ് എ. ഇങ്ങനെ 2 മെട്രിക്സുകൾ എയും ബിയും ഈ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അവ പരസ്പരം ഇൻവേർട്ടിബിളാണ്. അപ്പോൾ എല്ലാ സ്ക്വയർ മെട്രിക്സും ഇൻവേർട്ടിബിൾ അല്ല. സ്ക്വയർ മെട്രിക്സിന് മാത്രമേ ഇൻവേഴ്സ് ഉള്ളൂ, എന്നാൽ എല്ലാ സ്ക്വയർ മെട്രിക്സിനും ഇൻവേഴ്സ് ഇല്ല. കാരണം എ ബിയും ബി എയും എക്സിസ്റ്റ് ചെയ്യണം, അവ തുല്യമായിരിക്കണം. അവ എന്തിനോട് തുല്യമായിരിക്കണം? ഓഫ് ദി ഓർഡർ ഐ.
ഐയുടെ ഓർഡർ എന്തായിരിക്കണം? എയുടെ ഓർഡർ. അതായത് ഇഫ് എ ഈസ് ഓഫ് ഓർഡർ എം, എയുടെ ഓർഡർ എം ആണെങ്കിൽ ഡയറക്ട്സ് ഇസ് അനദർ മെട്രിക്സ് ബി ഓഫ് ഓർഡർ എം സച്ച് ദാറ്റ് എ ബി ഈസ് ഈക്വൽ ടു ബി എ ഈസ് ഈക്വൽ ടു ഐ. ദെൻ വി സേ മ്യൂച്വലി ദേ ആർ ഇൻവേഴ്സസ്. ഒരു എക്സാമ്പിളിൽ കൂടെ നമുക്ക് ഇതൊന്ന് വ്യക്തമാക്കാം. എ ഈസ് ഈക്വൽ ടു 2 3 1 2. B is equal to matrix 2 minus 3 minus 1 2 minus 3 minus 1 2. നമുക്ക് പെട്ടെന്ന് ഒന്ന് എ ബി ഗുണിച്ചു നോക്കാം. എ ബി ഇസ് ഈക്വൽ പെട്ടെന്ന് 2 into 2 4 4 minus 3 1 2 into minus 3 minus 6 3 into 2 6 plus 0 1 into 2 2 2 minus 2 0 1 into minus 3 minus 3 2 into 2 4 4 minus 3 1 ഉണ്ടോ? എ ബി എന്തെന്ന് കിട്ടി? 1 0 0 1. ഇതിനെയാണല്ലോ നമ്മൾ ഐ എന്ന് പറയുന്നത്, ഐഡൻറ്റിറ്റി മെട്രിക്സ്. അപ്പോൾ ഇതിൻ്റെ ഓർഡർ എന്താണ്? 2. എയുടെ ഓർഡർ എന്തായിരുന്നു? 2. തിരിച്ച് ഗുണിച്ചാൽ ഇത് തന്നെ കിട്ടും. ബി എ തിരിച്ച് ഗുണിക്കുക, അവിടെ നിന്ന് ഇങ്ങോട്ട് ഗുണിക്കുക. അപ്പോഴെന്ത് വരും? 2 into 2 4 minus 3 into 1 minus 3 4 minus 3 1. വീണ്ടും 2 into 3 6 minus 3 into 2 minus 6 ആഡ് ചെയ്യുമ്പോൾ 0. വീണ്ടും minus 1 into 2 minus 2 2 into 1 2 അത് 0 minus 1 into 3 minus 3 2 into 4 2 4 4 minus 3 1 ഉണ്ടോ? ബി എ എന്തെന്ന് കിട്ടി? ഐ എന്ന് കിട്ടി. അപ്പം എ ബി ഈസ് ഈക്വൽ ടു ബി എ ഈസ് ഈക്വൽ ടു ഐ. ദാറ്റ് മീൻസ് എയുടെ ഇൻവേഴ്സ് ആണ് ബി. തിരിച്ചും പറയാം, ബിയുടെ ഇൻവേഴ്സ് ആണ് എ. അപ്പോൾ എല്ലാ സ്ക്വയർ മെട്രിക്സിനും ഇൻവേഴ്സ് ഇല്ല. ഏതെങ്കിലും സ്ക്വയർ മെട്രിക്സിന് ഇൻവേഴ്സ് ഉണ്ടെങ്കിൽ, ഏതെങ്കിലും സ്ക്വയർ മെട്രിക്സ് എക്ക് ഇൻവേഴ്സ് ഉണ്ടെങ്കിൽ there exists another സ്ക്വയർ മെട്രിക്സ് ഓഫ് ദി ഓർഡർ ഓഫ് എ സച്ച് ദാറ്റ് എ ബി ഈസ് ഈക്വൽ ടു ബി എ ഈസ് ഈക്വൽ ടു ഐ. ഈ രീതിയിൽ നമുക്ക് ഒരു മെട്രിക്സ് ഇൻവേർട്ടിബിൾ ആണോ എന്ന് പറയാൻ സാധിക്കും. ഇവിടെ ബിക്ക് പകരം ഏതെങ്കിലും ഉപയോഗിക്കാം. ബി എയുടെ ഇൻവേഴ്സ് ആണെങ്കിൽ അതിനെ ഇങ്ങനെ എഴുതാറുണ്ട്, എ ഇൻവേഴ്സ്. ബി ഈസ് എ ഇൻവേഴ്സ്. അപ്പോൾ അതുപയോഗിച്ച് ഇത് ഒന്നുകൂടെ മോഡിഫൈ ചെയ്യുകയാണെങ്കിൽ എ ബിക്ക് പകരം എ ഇൻവേഴ്സ് ഈക്വൽ ടു ബിക്ക് പകരം എ ഇൻവേഴ്സ് എ ഈസ് ഈക്വൽ ടു ഐ. ഉണ്ടോ? ഒരു മെട്രിക്സും അതിൻ്റെ ഇൻവേഴ്സും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഐ കിട്ടും ഓഫ് ദി ഓർഡർ ഓഫ് എ. തിരിച്ചും എ ഇൻവേഴ്സ് എ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഐ കിട്ടും. ഇങ്ങനെ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്ന സ്ക്വയർ മെട്രിക്സുകൾ ഇൻവേർട്ടിബിൾ ആണെന്ന് പറയാൻ സാധിക്കും. അടുത്ത ഇൻവേർട്ടിബിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് തിയറങ്ങളാണ്. ഇന്നലെ നമ്മൾ പഠിച്ചു, ഒരു സ്ക്വയർ മെട്രിക്സിന് ഒരു ഇൻവേഴ്സ് ഉണ്ടെങ്കിൽ എ ബി ഈസ് ഈക്വൽ ടു ബി എ ഈസ് ഈക്വൽ ടു ഐ ആയിരിക്കും. ബി എന്നുള്ളത് എയുടെ ഇൻവേഴ്സാണ്, തിരിച്ചും വേണമെങ്കിൽ പറയാം എ എന്നുള്ള ബിയുടെ ഇൻവേഴ്സാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു തിയറത്തിലേക്കാണ്. ഒരു സ്ക്വയർ മെട്രിക്സിന് ഇൻവേഴ്സ് ഉണ്ടെങ്കിൽ, ഉണ്ടെങ്കിൽ എന്നുള്ള വാക്ക് ശ്രദ്ധിക്കുക. അതിൻ്റെ അർത്ഥം എന്താണ്? എല്ലാ സ്ക്വയർ മെട്രിക്സിനും ഇൻവേഴ്സ് ഇല്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഒരു സ്ക്വയർ മെട്രിക്സിന് ഇൻവേഴ്സ് ഉണ്ടെങ്കിൽ അത് യുണീക്ക് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഒരേ ഒരു ഇൻവേഴ്സ് മാത്രമേ ഒരു സ്ക്വയർ മെട്രിക്സിന് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു തിയറമാണ്, പുസ്തകത്തിലുണ്ട്. അത് ഞാൻ നോട്ട് തരുമ്പോൾ നിങ്ങൾക്ക് തന്നുകൊള്ളാം. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. എ എന്നുള്ളത് ഒരു സ്ക്വയർ മെട്രിക്സ് ആണ്, അതിന് ഇൻവേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരേ ഒരു ഇൻവേഴ്സ് ഉള്ളതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതിന് നമ്മൾ ഒരു കോൺട്രഡിക്ടറി മെത്തേഡിൽ കൂടെയാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അതിന് രണ്ട് ഇൻവേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. എയുടെ ഇൻവേഴ്സ് ആണ് ബിയും സിയും, രണ്ട് ഇൻവേഴ്സ് ഉണ്ട്. അപ്പോൾ എയുടെ ഇൻവേഴ്സ് ആണ് ബി എങ്കിൽ തീർച്ചയായിട്ടും എ ബി ഇസ് ഈക്വൽ ടു ബി എ ഇസ് ഈക്വൽ ടു ഐ എന്ന് എഴുതാൻ സാധിക്കുമല്ലോ, തീർച്ചയായിട്ടും. അതുപോലെ തന്നെ സി എയുടെ ഇൻവേഴ്സ് ആണെങ്കിൽ എ സി ഇസ് ഈക്വൽ ടു സി എ ഇസ് ഈക്വൽ ടു ഐ എന്നും എഴുതാൻ സാധിക്കും. അതിന് രണ്ടിനെ ഞാൻ ഇക്വേഷൻ 1 എന്നും ഇക്വേഷൻ 2 എന്നും എഴുതി. നമ്മുടെ ലക്ഷ്യം എന്താണ്? ഇൻവേഴ്സ് ഉണ്ടെങ്കിൽ അത് യുണീക്ക് ആണെന്ന് പ്രൂവ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ ബി എന്നും സി എന്നും രണ്ട് ഇൻവേഴ്സ് ഇല്ല, അത് രണ്ടും ഒന്ന് തന്നെയാണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അത് നോക്കുക. നമുക്കറിയാം ബി ഈസ് ഈക്വൽ ടു ബി ഐ. ഇതിൻ്റെ അർത്ഥം എന്താണ്? ഒരു സ്ക്വയർ മെട്രിക്സിനെ അതേ ഓർഡറിലുള്ള ഐ കൊണ്ട് ഗുണിച്ചാൽ ആ മെട്രിക്സ് തന്നെ കിട്ടും. നമുക്കറിയാം സംഖ്യകളുടെ കേസിൽ നമുക്കറിയാം ഏതൊരു സംഖ്യയെ ഒന്നുകൊണ്ട് ഗുണിച്ചാൽ ആ സംഖ്യ തന്നെ കിട്ടുമെന്നാണല്ലോ. അതുപോലെ തന്നെ ഒരു സ്ക്വയർ മെട്രിക്സിനെ അതേ ഓർഡറിലുള്ള ഐ കൊണ്ട് ഗുണിച്ചാൽ ആ മെട്രിക്സ് തന്നെ കിട്ടും. അപ്പോൾ ബി ഈസ് ഈക്വൽ ടു ബി ഐ. എന്നിട്ട് കാര്യം ശ്രദ്ധിക്കുക. എന്ന് പറഞ്ഞാൽ ബി ഈസ് ഈക്വൽ ടു ബി ഐ എന്ന് പറയുമ്പോൾ ഐ എന്താണെന്ന് കണ്ടു? എ സി ഉണ്ട്, സി എ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഐക്ക് പകരം ഒന്നുകിൽ സി എ കൊടുക്കാം അല്ലെങ്കിൽ എ സി കൊടുക്കാം. അപ്പോൾ ബിക്ക് പകരം ഞാൻ ഈ എ സി കൊടുക്കുന്നു. അപ്പോൾ ഐക്ക് പകരം ഞാൻ എ സി കൊടുക്കുന്നു. ഈ ഐക്ക് പകരം എ സി കൊടുക്കുന്നു. അപ്പോൾ ബി ഇൻറ്റു ഐക്ക് പകരം എന്ത് കൊടുത്തു? എ സി. കാരണം ഐ എ സി ആണെന്നാണല്ലോ പറയുന്നത്.
ഇറ്റ് ഈസ് ഈക്വൽ ടു, നമുക്കറിയാം മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ അസോസിയേറ്റീവ് ആണ് പ്രൊവൈഡഡ് ദ മെട്രിക്സസ് ആർ ഓഫ് ദി സെയിം ഓർഡർ. അപ്പോൾ ബിയും എയും സിയും ഒരേ ഓർഡറിലായിരിക്കണം. കാരണം എയുടെ ഇൻവേഴ്സാണ് ബി എങ്കിൽ ബി എയുടെ ഓർഡറിലായിരിക്കണം, സിയുടെ ഇൻവേഴ്സാണ് എയുടെ ഇൻവേഴ്സാണ് സി എങ്കിൽ സിയും അതേ ഓർഡറിലായിരിക്കണം. അപ്പോൾ അതുകൊണ്ട് ഇവിടെ അസോസിയേറ്റീവ് കീപ്പ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ എഴുതാം ഇറ്റ് ഈസ് ഈക്വൽ ടു ബി എ ഇൻറ്റു സി ഉണ്ടാവും. ഇനി ബി എ എന്താണെന്നാണ് ഒന്നാമത്തെ ഇക്വേഷൻ പറയുന്നത്, ബി എ ഐ ആണ്. അപ്പോൾ ആ ബി എക്ക് വരെ നമുക്ക് എന്തെഴുതാം, ഐ എന്ന് എഴുതാം. അപ്പോൾ അത് ഐ സി എന്ന് എഴുതി. ഐ സി എന്താണ്, നമ്മളിവിടെ കണ്ടു ബി എ ഈസ് ഈക്വൽ ടു ബി. അതുപോലെ തന്നെ ഐ ബി ഈസ് ഈക്വൽ ടു ബി ആണ്. അപ്പോൾ ഐ സി എന്ന് പറഞ്ഞാൽ എന്താണ്, സി. അപ്പോൾ നോക്കുക, തുടങ്ങിയത് ബിയിലാണ്, അവസാനിച്ചത് ബി ആർക്ക് തുല്യമാണെന്നാണ്, സിക്ക് തുല്യമാണെന്നാണ്. അപ്പോൾ ബി ഈസ് ഈക്വൽ ടു സി. അപ്പോൾ നമുക്ക് എക്ക് ബി എന്നും സി എന്നും രണ്ട് ഇൻവേഴ്സ് ഉണ്ട് എന്ന് അനുമാനിച്ചതിൽ നിന്ന് നമ്മൾ എവിടെ എത്തി, രണ്ട് ഇൻവേഴ്സ് ഇല്ല, അത് രണ്ടും ഒന്ന് തന്നെയാണ്. ദാറ്റ് മീൻസ് if A is a square matrix and if it has an inverse, the inverse is unique. എയും ബിയും രണ്ട് മെട്രിക്സസ് ആണ്. അവയ്ക്ക് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു തിയറമാണ്. അപ്പോൾ എയും ബിയും ഇൻവേർട്ടിബിൾ ആണെങ്കിൽ എ ബി എന്ന മെട്രിക്സ് എ ബി ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ് എന്ന് കിട്ടും. ഇത് നമുക്ക് പ്രൂവ് ചെയ്യാം. എന്ന് പറഞ്ഞാൽ എ ബിയുടെ ഇൻവേഴ്സാണ് എ ബി ഇൻവേഴ്സ്. അതായത് എ ബിയെ അതിൻ്റെ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ് എന്ന് കിട്ടും. അല്ലെങ്കിൽ ചുരുക്കം പറഞ്ഞാൽ എ ബി ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ് ആണെന്നാണ് പ്രൂവ് ചെയ്യുന്നത്. നമുക്കതൊന്ന് പ്രൂവ് ചെയ്യാം. ഇവിടെ പ്രീ മൾട്ടിപ്ലൈയിങ് എന്നൊരു വാക്കാണ് ഉപയോഗിക്കുന്നത്. പ്രീ മൾട്ടിപ്ലൈ എന്ന് പറഞ്ഞാൽ ഇതൊരു ഇക്വേഷനാണ്. ആ ഇക്വേഷൻ്റെ തുടക്കത്തിൽ എന്തെങ്കിലും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് പ്രീ മൾട്ടിപ്ലൈ എന്ന് പറയുന്നത്. അപ്പം ആൻസർ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പം എ ബിക്ക് ഇൻവേഴ്സ് ഉണ്ടാവണമെങ്കിൽ എ ബി ഇൻറ്റു എ ബി ഇൻവേഴ്സ് ഐ ആയിരിക്കണം. എങ്കിൽ മാത്രമേ എ ബിയുടെ ഇൻവേഴ്സ് എ ബി ഇൻവേഴ്സ് ആകത്തുള്ളൂ, ഈ പ്രോഡക്റ്റ് കിട്ടും. ഇവിടെ പ്രീ മൾട്ടിപ്ലൈ ചെയ്യാണ് എ ഇൻവേഴ്സ് കൊണ്ട്. അപ്പോൾ എ ഇൻവേഴ്സ് ഇൻറ്റു എ ബി ഇൻറ്റു എ ബി ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു, ഇവിടെ പ്രീ മൾട്ടിപ്ലൈ ചെയ്ത് രണ്ട് വസ്തു എ ഇൻവേഴ്സ് ഇൻറ്റു ഐ. ഇനി എ ഇൻവേഴ്സ് എയും ബിയും ഒക്കെ ഒരേ ഓർഡറിൽ. അപ്പോൾ ഇവിടെ നമുക്ക് അസോസിയേറ്റിവിറ്റി അപ്ലൈ ചെയ്യാം. അപ്പോൾ അത് എ ഇൻവേഴ്സ് എ ഇൻറ്റു ബി ഇൻറ്റു എ ബി ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു, എ ഇൻവേഴ്സ് ഐ എന്ന് പറഞ്ഞാൽ എ ഇൻവേഴ്സ് തന്നെയാണ്. കാരണം ഐ കൊണ്ട് ഏത് മെട്രിക്സിനെ വിളിച്ചാൽ ആ മെട്രിക്സ് തന്നെയാണ്. ഇനി എ ഇൻവേഴ്സ് എ എന്ന് പറഞ്ഞാൽ ഐ ആണ്. അപ്പോൾ ഐ ഇൻറ്റു ബി ഐ ബി ഇൻറ്റു എ ബി ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു എ ഇൻവേഴ്സ്. ഐ ബി എന്ന് പറഞ്ഞാൽ ബി ആണ്, അത് നിങ്ങൾക്കറിയാം. ബി ഇൻറ്റു എ ബി ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു എ ഇൻവേഴ്സ്. ഇവിടെയും ബി ഇൻവേഴ്സ് കൊണ്ട് പ്രീ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ബി ഇൻവേഴ്സ് ബി ഇൻറ്റു എ ബി ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ്. ഇനി ബി ഇൻവേഴ്സ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്, ഐ ആണ്. അപ്പോൾ ഐ ഇൻറ്റു എ ബി ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ്. ഐ കൊണ്ട് ഏത് മെട്രിക്സിനെ വിളിച്ചാൽ അത് തന്നെയാണല്ലോ കിട്ടുന്നത്. അപ്പോൾ എന്ത് വരും, എ ബി ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ്. ഇതിൻ്റെ അർത്ഥം എന്താണ്, എ ബി എന്ന മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് എന്താണ്, ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ്. ഇതിനൊരു റിവേഴ്സൽ നേച്ചറുണ്ട്. അതുകൊണ്ട് ഇതിന് പറയുന്നത് റിവേഴ്സൽ ലോ ഓഫ് ഇൻവേഴ്സസ് എന്നാണ്. അവർക്ക് ട്രാൻസ്പോസിൻ്റെ കേസിൽ ഇതേപോലെ പഠിച്ചാണ്, എ ബി ട്രാൻസ്പോസ് ഈസ് ബി ട്രാൻസ്പോസ് എ ട്രാൻസ്പോസ്. അത് റിവേഴ്സൽ ലോ ഓഫ് ട്രാൻസ്പോസസ് ആയിരുന്നു. ഇവിടെ അതുപോലെ തന്നെ ഇൻവേഴ്സിൻ്റെ കേസിൽ എ ബിയുടെ ഇൻവേഴ്സ് എന്താണ്, അത് എ ഇൻവേഴ്സ് ബി ഇൻവേഴ്സ് അല്ല, മറിച്ച് ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ്. വളരെ പ്രധാനപ്പെട്ട ഒരു റിസൾട്ടാണ്.